യെസ്, കേരളത്തിന്റെ പൂരപ്പെരുമയിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. പിന്നെ പൂരം അതിന്റെ ആഘോഷങ്ങൾ ആചാരങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂരനഗരിയിലേക്ക് തന്നെ പോകാം, പൂര കാഴ്ചകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മഠത്തിൽ വരവൊക്കെ അങ്ങനെ വിവിധ പരിപാടികൾക്കായിട്ട് നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. 11 മണിയോട് കൂടെ തന്നെ ഒരു മഠത്തിൽ വരവുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പഞ്ചവാദ്യം എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായ കാതിനിമ്പം നൽകുന്ന പഞ്ചവാദ്യം കേൾക്കാനായി കാത്തിരിക്കുന്നുണ്ട്. പിന്നീട് ഇലഞ്ഞിത്തറ മേളം, അത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ നാദവിസ്മയമാണ്. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള നമ്മുടെ സ്വന്തം തൃശ്ശൂർ കേരളത്തിന് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് ഇലഞ്ഞിത്തറ മേളം. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക, 2 മണിയോടുകൂടിയൊക്കെയാണ് ഉണ്ടാവുക. പിന്നീട് വൈകിട്ട് കുടമാറ്റം 5:30 കുടമാറ്റം എന്ന് പറയുമ്പോൾ ഇത്തവണ ആചാരം നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായി മാത്രമാണ്. എന്തായാലും പൂരനഗരിയിലേക്ക് പോകാം. യെസ്, പൂരനഗരിയിലേക്ക് പോകാം. വിശേഷങ്ങൾക്കായി നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, അങ്ങനെ വളരെ ആവേശകരമായ കാഴ്ചകൾ കൂടെ പൂരനഗരിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടരുകയാണോ? വലിയ രീതിയിലുള്ള ആവേശം തൃശ്ശൂരിലേക്ക് കൊട്ടിക്കയറുകയാണ്. എനിക്ക് പിറകിൽ കണിയമംഗലം ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിൽ ഏതാണ്ട് 9 ആനകളുടെ അകമ്പടിയോടുകൂടി കണിമംഗലം ശാസ്താവ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആദ്യ ഘടകപൂരം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള ആവേശം ഇവിടെയുള്ളവർക്കുണ്ട്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് പൂരം? എങ്ങനെയുണ്ട്? ഉഷാറുണ്ടോ? ഫോട്ടോ എടുത്തോണ്ട് സംസാരിച്ചു. കുഴപ്പമില്ല. പൂരം അടിപൊളിയല്ലേ? പൂരം തുടങ്ങി, അതിന്റെ ഒരു സന്തോഷമാണ്. ഇനിയിപ്പോ ഇവിടെ തന്നെ രാത്രി നേരങ്ങളൊക്കെ ഉണ്ടാവും. മൊത്തം പൂരം കാണാറുണ്ടോ? പിന്നെന്താ, ഇവിടെ അടുത്ത് എന്റെ അമ്മയുടെ വീടുണ്ട്. അപ്പോ നൈറ്റ് അവിടെ ഒന്ന് പോകും, പിന്നെ അവിടുന്ന് വീണ്ടും വരും. രാത്രി ഇവിടെ കളിയാൻ നടക്കും. സജീവമായിരിക്കും. പിന്നെ പൂരം അങ്ങനെയാണല്ലോ, തൃശ്ശൂർ പൂരം അതാണ്. പണ്ട് കാലത്തൊക്കെ പറഞ്ഞിരുന്നൊരു പരാതി, പൂര പറമ്പുണ്ടല്ലോ, സ്ത്രീകൾക്ക് അത്ര സൗഹൃദമല്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. അതൊക്കെ കുറെ മാറിയിട്ട് ഇപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും രാത്രി പൂരങ്ങൾക്ക് ഇറങ്ങും. അടിപൊളിയാണ് പൂരം. ഇന്നലെ രാത്രി ഈ പന്തലൊക്കെ കാണാൻ ഇറങ്ങിയിരുന്നോ ഫാമിലി ആയിട്ട്? നമ്മള് പൂരം ഇവിടെ തന്നെ, തൃശ്ശൂർക്കാരിയാണല്ലോ, അപ്പൊ എന്നും കാണുന്ന കാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് പൂരത്തിന് അങ്ങനെ പ്രത്യേകതയില്ല. പക്ഷെ എന്നാലും പൂരം മിസ് ചെയ്യാറില്ല, എല്ലാ കൊല്ലം വരും. പൂരം ഉഷാറാവണോ? വെടിക്കെട്ടിന്റെ ഒരു പ്രശ്നം കൊണ്ട് ചെറിയൊരു മങ്ങലുണ്ട്. എന്നാലും പിന്നെ കഴിഞ്ഞ അത്രയ്ക്ക് തിരക്കില്ല, എന്നാലും കുഴപ്പമില്ല. മുന്നോട്ട് പോകണു. തിരക്കിന് ഇനി സമയമുണ്ട്. അല്ല, കഴിഞ്ഞ പോലെ ഇതിലും തിരക്കുണ്ടാകുന്ന സമയത്ത് ഇപ്പൊ തിരക്ക് കുറവ് കുറച്ച്. ചൂടെങ്ങനെയുണ്ട്? ഇപ്പൊ സമയം 7 ആയിട്ടുള്ളൂ, അപ്പോഴും ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ചെയ്യാം. സമയം ജസ്റ്റ് 8 മണി ആവുന്നേ ഉള്ളൂ. 7:45 ചൂടാണ്. ചെയ്യാം. ഒരു ദിവസം നീ എപ്പോഴും പൂരത്തിന് വരാറുണ്ടോ? എന്താ പൂരത്തിന് എന്താ ഇഷ്ടം? ആനയാണോ കൊട്ടാണോ? എന്താണ് ഇഷ്ടം? മേളമാണ് ഇഷ്ടം. എങ്ങനെയുണ്ട് പൂരം? ആനയാണോ കൊട്ടാണോ? എന്താണ് പൂരത്തിൽ ഇഷ്ടം? എല്ലാവരും വരാറുണ്ട്. ഇവിടുത്തെ അല്ലേ? എന്താ പറയാ, ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട്. രാവിലെ വരും, മക്കളൊക്കെ പൂരം കാണിക്കും, ചൂടാകുമ്പോഴേക്ക് തിരിച്ചു പോകാനായിട്ട്. ഘടകപൂരങ്ങളൊക്കെ വന്നു തുടങ്ങുകയാണ്. ബാക്കി പൂരങ്ങളൊക്കെ വരാണ്ട്, അതൊക്കെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചെറുപൂരങ്ങളും കണ്ടിട്ടേ പോകാറുള്ളൂ. ഈ രാത്രി പൂരങ്ങൾക്ക് ഇറങ്ങാറുണ്ടോ? 7 മണി വിശേഷം വൈകുന്നേരം വരാറുണ്ട്. വീട്ടിലാരെല്ലാവരും ചേർന്ന് വരും. അങ്ങനെ ഇപ്പം നമുക്ക് സംസാരിച്ചു വരുന്നതിൻ്റെ പറയുന്ന പ്രകാരം നല്ല ആവേശം ഇവിടുണ്ട്. ആളുകൾ മെല്ലെ വന്നു തുടങ്ങുന്നുണ്ട്. കണിമംഗലം ശാസ്താവ് പുറത്തെഴുന്നള്ളി വളരെ വർണ്ണാഭമായി ഇവിടെ നിൽക്കുകയാണ്. അതിനിടയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. ഒരുപാട് ആളുകളെ കാണാം. ചൂട് രാവിലെ തന്നെ നല്ല ചൂടുണ്ട് ജിൻസി. എന്നിരുന്നാലും ഇവിടെ വരാൻ
ആർക്കും മടിയില്ല, വന്ന് ആഘോഷിക്കാൻ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട് പൂരം? ഇവിടെ മുമ്പ് വരാറുണ്ടോ? എന്താണ് സ്ഥിതി? എപ്പോഴും ഇവിടെയുള്ള ആളാണോ? എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ? പൂരത്തിന് എന്താ പ്ലാൻ? യെസ് നടരാജ്, അങ്ങനെ അവിടെ പൂരം അതിന്റെ എല്ലാ ആവേശത്തിലേക്കും വരികയാണ്. അപ്പോൾ ചൂടൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറച്ച് ആളുകളൊക്കെ കുറവുണ്ട് എന്ന് കൂടെ പറയുന്ന ആളുകളെ കൂടെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തായാലും പൂരം അങ്ങ് കൊട്ടിക്കയറാൻ തുടങ്ങുമ്പോഴേക്കും ആ പുരുഷാരം എത്രത്തോളം എത്തുമെന്ന് കൂടെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.